എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയവിടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGPയുടെ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടും, അതുപോലെ തന്നെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടും, അതുപോലെ തന്നെ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടും ഡിസംബർ 31 മുമ്പ് വന്നേക്കും. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ ഇരിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FIUGPയുടെ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടും, അതുപോലെ തന്നെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടും, അതുപോലെ തന്നെ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടും എപ്പോൾ വരുമെന്നാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത്. 1, 3, 5 സെമസ്റ്ററുകളായ ഓഡ് സെമസ്റ്റർ പരീക്ഷ നടന്നതും ഏതാണ്ട് വാല്യുവേഷൻ ക്യാമ്പുകൾ ഷെഡ്യൂൾ ചെയ്ത് നടന്നതും ഏതാണ്ടെല്ലാം ഒരു സമയത്തായിരുന്നു. അപ്പോൾ ഒന്നാം സെമസ്റ്ററിൻ്റെ വാല്യുവേഷനും അഞ്ചാം സെമസ്റ്ററിൻ്റെ വാല്യുവേഷനും നിലവിലെ സ്ഥിതിയിൽ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഒന്നാം സെമസ്റ്ററിൻ്റെ വാല്യുവേഷനും അഞ്ചാം സെമസ്റ്ററിൻ്റെ വാല്യുവേഷനും സർവകലാശാല പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ 1, 3, 5 സെമസ്റ്റർ പരീക്ഷകൾ ഓഡ് സെമസ്റ്റർ പരീക്ഷകളാണ്. അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓഡ് സെമസ്റ്ററുകളായ 1, 3, 5 സെമസ്റ്ററുകൾ പരീക്ഷയുടെ പേപ്പറുകൾ നിങ്ങളുടെ കോളേജിലെ അധ്യാപകർ തന്നെയാണ് വാല്യുവേഷൻ ചെയ്യുന്നത്. അത് യൂണിവേഴ്സിറ്റി തലത്തിലേക്കുള്ള ഒരു സെൻട്രലൈസ്ഡ് വാല്യുവേഷനായിട്ടല്ല കണക്കാക്കുന്നത്. നിങ്ങളുടെ കോളേജിലെ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെയാണ് 1, 3, 5 സെമസ്റ്റർ പേപ്പറുകളുടെ വാല്യുവേഷൻ നടത്തുന്നത്. അതിൽ 1ഉം 5ഉം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ റിസൾട്ട് വരാൻ സാധ്യതയുള്ളത് ഏത് പരീക്ഷയുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളുടെ റിസൾട്ടാണ് ഏറ്റവും ആദ്യം വരാൻ സാധ്യത കൂടുതൽ. അതിന് കാരണം എന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് എന്ത് ചെയ്തു? പ്രസിദ്ധീകരിച്ചു. FIUGPയുടെ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയും എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയുമാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ ബാക്കി ഉള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് യൂണിവേഴ്സിറ്റികൾ പ്രസിദ്ധീകരിച്ചത് കൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും അധികം റിസൾട്ട് വൈകിക്കാൻ സാധിക്കില്ല. അത് മറ്റ് യൂണിവേഴ്സിറ്റികൾ, അതായത് എല്ലാ യൂണിവേഴ്സിറ്റീസും വേറെയാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളായ കേരള യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റി, അതായത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും 4 യൂണിവേഴ്സിറ്റികളാണെങ്കിൽ പോലും ഇത്ര ടൈം പീരീഡിലാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ഫസ്റ്റ് സെമ്മിന് ഇത്ര നാൾ, അത് ഫസ്റ്റ് സെമ്മിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് മുതൽ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞ് അതിൻ്റെ വാല്യുവേഷനും കഴിഞ്ഞ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് വരെ ഇത്ര മാസത്തെ ടൈം പീരീഡിനുള്ളിലാണ് സർവകലാശാലകൾ പൂർത്തീകരിക്കാറുള്ളത്. അതുപോലെ തന്നെയാണ് ഓരോ യൂണിവേഴ്സിറ്റിക്കും ഉള്ളത്. അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യണം? ആ ടൈമിനുള്ളിൽ എല്ലാ പ്രൊസീജിയറും പൂർത്തിയാക്കേണ്ടത് നിർബന്ധമാണ്. അതായത് ഒന്നാം സെമസ്റ്ററിന് ഞാൻ ആദ്യമേ പറഞ്ഞു, ക്ലാസ് തുടങ്ങുമ്പോൾ മുതൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ വരെ എന്നുള്ളൊരു ഇത്ര മാസത്തെ ടൈം പീരീഡാണ് ഉള്ളത്. ആ ടൈം പീരീഡിനുള്ളിൽ ഈ പ്രൊസീജിയേഴ്സ് എല്ലാം പൂർത്തിയാക്കേണ്ടതാണ്. ഇനിയിപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിനും ജസ്റ്റ് ടൈം പീരീഡ് ഉണ്ട്. ഇത്ര മാസത്തിനുള്ളിൽ ക്ലാസ് പൂർത്തിയാക്കണം, ഇത്ര സമയത്തിനകം പരീക്ഷ നടത്തണം, ശേഷം വാല്യുവേഷൻ ചെയ്യണം, റിസൾട്ട് പ്രസിദ്ധീകരിക്കണം എന്നൊക്കെ. അതുപോലെ തന്നെ ആ ടൈം പീരീഡ് ഉള്ളത് കൊണ്ട് തന്നെയും പിന്നെ അതിനേക്കഴിഞ്ഞും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മറ്റ് സർവകലാശാലകൾ റിസൾട്ട് പ്രസിദ്ധീകരിച്ചത് കൊണ്ടും FIUGPയുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷാഫലം മറ്റ് സർവകലാശാലകൾ പ്രസിദ്ധീകരിച്ചത് കൊണ്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അധികം ദിവസം ഈ ഫലം പുറത്തു വിടാതിരിക്കാൻ പറ്റുകയില്ല. കാരണം കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും, അതായത് പ്രമുഖ യൂണിവേഴ്സിറ്റികളായ കേരള യൂണിവേഴ്സിറ്റിയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റി, അതായത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലും ഒരേ സമയത്താണ് പരീക്ഷ നടന്നത്. ഒരേപോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത്. അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിക്കേണ്ടതും ഒരുപോലെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, ഒന്നാം സെമസ്റ്ററിൻ്റെ പരീക്ഷാഫലമായാലും അഞ്ചാം സെമസ്റ്ററിൻ്റെ പരീക്ഷാഫലമായാലും നിങ്ങൾക്ക് ഇത് രണ്ടും എന്ത് ചെയ്യാൻ സാധിക്കും? ഡിസംബർ 31 പ്രതീക്ഷിക്കാൻ സാധിക്കും. ഡിസംബർ 31 മുമ്പ് എന്തായാലും വരാൻ സാധിക്കും. കാരണം ഈ 2 പരീക്ഷയുടെ വാല്യുവേഷനും കഴിഞ്ഞിരിക്കുകയാണ്. ഈ 2 പരീക്ഷയുടെ വാല്യുവേഷനും കഴിഞ്ഞു, എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു. ഇനി യൂണിവേഴ്സിറ്റിക്ക് റിസൾട്ട് പുറത്തുവിട്ടാൽ മതി. പക്ഷേ മൂന്നാം സെമസ്റ്ററിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇതുവരെയും ഒരു കൃത്യവും വ്യക്തമായ ഒരു കാര്യങ്ങൾ
നമുക്ക് വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെയാണ് 3-ാം സെമസ്റ്ററിൻ്റെ കാര്യം അങ്ങനെ എടുത്തു പറയാത്തതും. പക്ഷേ 1-5 സെമസ്റ്റർ വാല്യുവേഷൻ പൂർത്തീകരിച്ചു. ടാബുലേഷൻ വർക്കുകൾ പൂർത്തീകരിച്ചു. എല്ലാം പൂർത്തീകരിച്ചു. ഇനി സർവകലാശാലയ്ക്ക് റിസൾട്ട് പുറത്തുവിടുക എന്ന ഒറ്റ പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. അത് സർവകലാശാല വേഗം ചെയ്യും. 5-ാം സെമസ്റ്ററിൻ്റെ കുറച്ച് നീണ്ടുപോയാൽ പോലും 1-ാം സെമസ്റ്റർ പരീക്ഷാഫലം വിദ്യാർത്ഥികൾക്ക് വേഗം പ്രതീക്ഷിക്കാം. കാരണം മറ്റ് സർവകലാശാലകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതുപോലെ കേരള യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും ഈ ഫലം പ്രസിദ്ധീകരിച്ചു. അതുകൊണ്ട് തന്നെ FIUGPയുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഫലം പ്രസിദ്ധീകരിച്ചു. അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും അധികം ദിവസം വൈകിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സർവകലാശാലയുടെ മറ്റ് യൂണിവേഴ്സിറ്റികൾ പ്രസിദ്ധീകരിച്ചത് കൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും വാശിയുണ്ടായി. സർവകലാശാല ഉദ്യോഗസ്ഥർ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുകയും റിസൾട്ട് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡ്, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.